أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എന്താ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും വീട്ടുകാരൊക്കെ വിശേഷങ്ങൾ എന്താ? എല്ലാവർക്കും സുഖല്ലേ? നല്ല കുട്ടികളാണ്. പഠിക്കുമോ? പരീക്ഷയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ടോ? എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതുമോ? ഇൻഷാ അല്ലാ അല്ലേ? ഫിഖ്ഹിൽ എല്ലാ ഉത്തരവും എഴുതണം. ബാക്കിയുള്ള വിഷയത്തിലോ അതിൽ പിന്നെ എല്ലാ ഉത്തരവും എഴുതണം. വേണ്ടേ? എല്ലാ വിഷയത്തിലും നല്ല മാർക്കോടുകൂടെ ജയിക്കണം. ജയിക്കൂലേ? ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകട്ടെ. നമ്മുടെ ഉമ്മാക്കും, നിങ്ങൾ ആമീൻ പറയണില്ലേ? നമ്മുടെ ഉപ്പാക്കും നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉസ്താദുമാർക്കും എല്ലാം അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാ ഫിഖ് ആണ് നമ്മൾ പഠിക്കുന്നത്. വുളൂ ചെയ്യുന്ന രൂപങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏതുവരെ എത്തിയിട്ടുണ്ട്? ചെവി രണ്ടും തടവി എന്നത് വരെ എത്തിയിട്ടുണ്ട്. നിങ്ങളെന്താ ഉഷാറില്ലാത്ത? ഉഷാറാണോ? ഒന്ന് ശരിക്കിരുന്നേ. ഇരുന്നോ? നമുക്കൊരു കളി കളിക്കാം. ഞാൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൊട്ടണം. ഓറഞ്ച് എന്ന് പറയുമ്പോൾ 2 തവണ കൊട്ടണം. മാംഗോ എന്ന് പറയുമ്പോഴോ 3 തവണയല്ല, കൊട്ടണ്ട. ആപ്പിൾ, ഓറഞ്ച്, മാംഗോ കൊട്ടാൻ പാടില്ല. റെഡിയായോ? പുസ്തകമൊക്കെ പൂട്ടി വെച്ചോ. 2 മിനിറ്റ് കളിക്കാം. റെഡിയാണെങ്കിൽ ഞാനുണ്ട്. റെഡിയായോ? ഉഷാറേ. ഒന്ന് എണീറ്റൊന്ന് ഇരുന്നേ. നല്ല മക്കളല്ലേ? ഇൻഷാ അല്ലാ അള്ളാഹു നല്ല കുട്ടികളാക്കട്ടെ. റെഡിയാണ്ടല്ലോ? ആപ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര തവണയാണ് കൊട്ടണ്ടേ? 1 തവണ. പിന്നെ 2 തവണയ്ക്ക് എന്താ പറഞ്ഞേ? ഓറഞ്ച്. പിന്നെന്താ പേര് പറഞ്ഞ? മാംഗോ. അതിനെത്ര തവണയാണ് കൊട്ടണ്ടേ? കൊട്ടാൻ പാടില്ല. അപ്പോൾ റെഡിയായല്ലോ? റെഡിയായോ? തുടങ്ങാണ്. പെട്ടെന്ന് കൊട്ടണം കേട്ടോ. മാംഗോ. മാംഗോക്ക് കൊട്ടാൻ പറ്റുമോ? ഇല്ല. ചില ആളുകൾ കൊട്ടിയിട്ടില്ല, ചിലരൊക്കെ കൊട്ടിയിട്ടുണ്ട്. റെഡിയല്ലേ? ഞാൻ പറയാം. ആപ്പിൾ, മാംഗോ. കഴിച്ചുല്ലേ? ഒന്നുകൂടെ. ആപ്പിൾ, ഓറഞ്ച്, മാംഗോ. മാംഗോ. ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിച്ചോ. ആപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ. നിസ്താദ് കൂട്ടണം. നിങ്ങൾ കൂട്ടിയാൽ മതി അല്ലേ? ആയിക്കോട്ടെ. ആപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, ആപ്പിൾ, ആപ്പിൾ. പെട്ടെന്ന്. ആപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ,
ഓറഞ്ച്, ഓറഞ്ച്, മാംഗോ. തെറ്റിക്കണുണ്ട്. ഒന്നുകൂടെ. ആപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, മാംഗോ. ഉഷാറായില്ലേ? ഇരിക്കാം. ഇരിക്കല്ലേ? യെസ്. ഇപ്പം നമ്മൾ വുളൂ ചെയ്യുന്ന രൂപമാണ് പറഞ്ഞു തന്നെ. ഞാൻ 1-2 ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയോ? എനിക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ലാസ്റ്റിൽ ആ ഉത്തരം എഴുതാനൊരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതണം. റെഡിയല്ലേ? ചോദ്യം ഇതാണ്. നമ്മൾ 2 നീയത്ത് പഠിച്ചിട്ടുണ്ട്. വുളൂ ചെയ്യുമ്പോൾ 2 നീയത്ത്. ഒന്ന് കൈ ഇങ്ങനെ കഴുകുമ്പോൾ, 2 മുഖം കഴുകുമ്പോൾ. കൈ കഴുകുമ്പോൾ എന്ത് നീയത്താ ചെയ്യുക? അല്ലാ പറഞ്ഞല്ലോ. എന്താ? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. ഇനി മുഖം കഴുകുമ്പോൾ എന്താ നീയത്ത് ചെയ്യുക? അതെ, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇപ്പം നമ്മൾ വുളൂ ഒക്കെ ചെയ്തുല്ലേ? ചെവി വരെ പറഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി 2 കാലും, നമുക്ക് എത്ര കാലാണുള്ളേ? എത്ര കാലാ? 2 കാല്. അതിൽ ഒരു കാല് വലതുകാല്, ഒരു കാല് ഇടതുകാല്. വലതുകാലും കഴുകണം, ഇടതുകാലും കഴുകണം. വലതുകാൽ ആദ്യം 3 തവണ കഴുകണം, പിന്നെ ഇടതുകാല് 3 തവണയും കഴുകണം. അപ്പോൾ പൂർണ്ണമായോ? അപ്പോൾ വുളൂവിൻ്റെ മുഴുവൻ പറഞ്ഞു. ഫസ്റ്റ് കൈ ഇങ്ങനെ, അതിൻ്റെ കൂടെ ഇങ്ങനെ വന്നേ ചെയ്തേ. ഫസ്റ്റ് കൈ ഇങ്ങനെ കഴുകും. കഴുകുന്ന സമയത്ത് നമ്മൾ നീയത്ത് ചെയ്യണം. എന്താ നീയത്ത്? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. പിന്നെ അഊദും ബിസ്മിയും ചൊല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെന്താ? അറിയുന്നവർ പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറാ. കഴുകിയില്ലേ? ഇനി എന്താ? ബ്രഷ് ചെയ്യണം. ബ്രഷ് എടുത്തു, നാവും വൃത്തിയാക്കി. നെക്സ്റ്റ് വെള്ളം എടുത്തിട്ട് വായിൽ നിറച്ചിട്ട് എന്ത് ചെയ്യണം? കൊപ്പിളിക്കണം. ഇങ്ങനെ കാണിക്കണം. അപ്പം തന്നെ മൂക്കിൽ എന്തുണ്ട്? ഇപ്പോൾ വെള്ളമുണ്ട്. അതെടുത്തിട്ട് ചീറ്റണം. എത്ര തവണ? 3 തവണ. അത് കഴിഞ്ഞ് വെള്ളം എടുത്തു, എന്നിട്ട് മുഖത്തൊഴിക്കുകയാണ്. ഒഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ മനസ്സിൽ കരുതണം, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. മനസ്സിൽ കരുതണം കേട്ടോ. യെസ്. പിന്നെയോ 3 തവണ മുഖവും കഴുകി. അത് കഴിഞ്ഞ് വലതു കൈ കഴുകി. 3 തവണ അതും കഴുകണം. പിന്നെ ഇടതു കൈ, അത് എത്ര തവണ? 3 തവണ കഴുകണം. ശരിക്ക് ഇങ്ങനെ മുട്ടുൾപ്പെടെ ഇതുവരെ കഴുകണം. എല്ലാ ഭാഗത്തും വെള്ളം ആവണം. അത് കഴിഞ്ഞിട്ടോ പിന്നെ തല തടവണം. അപ്പോൾ തല തടവുമ്പോൾ വെള്ളം എടുത്ത് നമ്മളിങ്ങനെ തടവിയാൽ മതി. തലയിലാട്ടോ തടവണ്ടേ. പിന്നെ പൂർണ്ണമായിട്ട് തടവുന്ന രീതി ഉസ്താദ് കാണിച്ചു തന്നു. 3 തവണ തടവണം. പിന്നെന്ത് വേണം? ചെവി രണ്ടും 3 തവണ തടവണം. പിന്നെ വലതുകാൽ 3 പ്രാവശ്യവും ഇടതുകാൽ 3 പ്രാവശ്യവും കഴുകണം. ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വുളൂ ചെയ്യണം. നല്ല പോലെ വുളൂ ചെയ്താൽ നമ്മുടെ അള്ളാഹുവിന് നല്ല ഇഷ്ടമാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ. ആമീൻ പറഞ്ഞോ? ഇൻഷാ അല്ലാ. നമുക്ക് പാട്ട് പാടാം. പാട്ട് ഇഷ്ടമാണോ?
നമ്മൾ പണ്ടൊരു പാട്ട് പാടിയത് ഓർമ്മയുണ്ടോ? ഇസ്ലാം കാര്യം ഒന്ന് പാടിക്കേ. ഇസ്ലാം കാര്യം അഞ്ചാണ്, അഞ്ചും അറിയൽ ഫർളാണ്, അഞ്ചും നെഞ്ചിൽ ചേർത്തു പിടിച്ചാൽ നമ്മുടെ റബ്ബിനു പ്രിയമാണ്. മറന്നോ? ഉഷാറിട്ട് പഠിക്കേ. ഇസ്ലാം കാര്യം അഞ്ചാണ്, അഞ്ചും അറിയൽ ഫർളാണ്, അഞ്ചും നെഞ്ചിൽ ചേർത്തു പിടിച്ചാൽ നമ്മുടെ റബ്ബിന് പ്രിയമാണ്. ഒന്ന് കലീമ ഷഹാദത്ത്, നിസ്കാരം അതിൽ രണ്ടാണ്, മൂന്നോ പുണ്യ സക്കാത്താണ്, റമളാൻ നോമ്പത് നാലാണ്, അഞ്ചാമത്തത് ഹജ്ജാണ്, അഞ്ചും അറിയൽ ഫർളാണ്, അഞ്ചും നെഞ്ചിൽ ചേർത്തു പിടിച്ചാൽ നമ്മുടെ റബ്ബിന് പ്രിയമാണ്. ഓർമ്മയില്ലേ? എന്നാൽ നമുക്കിന്നൊരു പുതിയ പാട്ട് പഠിക്കാം. എല്ലാവർക്കും പാടിക്കൊടുക്കണം. എന്താ അറിയുക? വുളൂ ചെയ്യുന്ന നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞില്ലേ, അതിനുള്ളൊരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരുപാട് രീതി മാറ്റിയിട്ട് എൻ്റെ കുട്ടികൾ പാടണം. എന്നിട്ട് ഉസ്താദുമാർക്കൊക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ എനിക്കും നിങ്ങളുടെ പാട്ടുകളൊക്കെ കിട്ടൂലേ? ഇൻഷാ അല്ലാ. റെഡി? പാടാൻ റെഡിയാണോ? ആ പുസ്തകം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പാടാൻ റെഡി ആയിട്ടു. അറിയണം കുഞ്ഞു കിടാങ്ങളെ നാം എങ്ങനെ ചെയ്യുമുള്ളൂവെന്ന്, അറിയണം കുഞ്ഞു കിടാങ്ങളെ നാം എങ്ങനെ ചെയ്യുമുള്ളൂവെന്ന്, നീയത്താദ്യമിൽ ചെയ്യണം സുന്നത്തങ്ങനെ വീട്ടേണം. പാടല്ലേ? റെഡി ആയിട്ടുണ്ടോ? ഉഷാറായിട്ട് ആദ്യം ഒന്ന് കേൾക്കുക, പിന്നെ എൻ്റെ പൊന്നു മക്കൾ പാടണം. പാടുമ്പോൾ ആംഗ്യം കാണിച്ചിട്ട് പാടണം. ശരിയായിട്ടിരുന്ന ഉസ്താദ് പാട്ടാടാ. റെഡി? ഇൻഷാ അല്ലാ. അറിയണം കുഞ്ഞു കിടാങ്ങളെ നാം എങ്ങനെ ചെയ്യുമുള്ളൂവെന്ന്, അറിയണം കുഞ്ഞു കിടാങ്ങളെ നാം എങ്ങനെ ചെയ്യുമുള്ളൂവെന്ന്, നീയത്താദ്യമിൽ ചെയ്യണം സുന്നത്തങ്ങനെ വീട്ടേണം, നീയത്താദ്യമിൽ ചെയ്യണം സുന്നത്തങ്ങനെ വീട്ടേണം. അഊദു ബിസ്മി തുടങ്ങിക്കൊണ്ട് മുൻകൈ രണ്ടും കഴുകേണം. അഊദു ബിസ്മി തുടങ്ങിക്കൊണ്ട് മുൻകൈ രണ്ടും കഴുകേണം. ബ്രഷും ചെയ്ത് വായിലും മൂക്കിലും വെള്ളം കേറ്റി ചീറ്റേണം. ബ്രഷും ചെയ്ത് വായിലും മൂക്കിലും വെള്ളം കേറ്റി ചീറ്റേണം. ഇനിയോ മുഖവും കഴുകേണം, ഫർളായി നീയത്തും വേണം. ഇനിയോ മുഖവും കഴുകേണം, ഫർളായി നീയത്തും വേണം. ശേഷം വലതും ഇടതും കൈകൾ മുമ്മൂന്നായി കഴുകേണം. ശേഷം വലതും ഇടതും കൈകൾ മുമ്മൂന്നായി കഴുകേണം. ഇനിയും ഉണ്ട് പറഞ്ഞിടാൻ, തലയും ചെവിയും തടവേണം. പിന്നെ വലതും ഇടതും കാലുകൾ മുമ്മൂന്നായി കഴുകേണം. പിന്നെ വലതും ഇടതും കാലുകൾ മുമ്മൂന്നായി കഴുകേണം. എല്ലാം നന്നായി ചെയ്തിടാം, റബ്ബിൻ സ്നേഹം നേടിയിടാം. എല്ലാം നന്നായി ചെയ്തിടാം, റബ്ബിൻ സ്നേഹം നേടിയിടാം. എല്ലാം വന്നില്ലേ? ഇൻഷാ അല്ലാ.
അപ്പം ഞാനിങ്ങനെ പാടുമ്പോൾ എൻ്റെ കുട്ടികൾ പാടുക, പാടുന്ന സമയത്ത് ആംഗ്യം കാണിക്കുകയും ചെയ്യണം. ഞാൻ പാടിത്തരും, നിങ്ങൾ പാടുക. അറിയണം കുഞ്ഞു കിടാങ്ങളെ നാം. എന്താ പാടാത്തെ? അറിയണം കുഞ്ഞു കിടാങ്ങളെ നാം, എങ്ങനെ ചെയ്യുമുള്ളൂവെന്ന്, എങ്ങനെ ചെയ്യുമുള്ളൂവെന്ന്. നീയത്താദ്യമിൽ ചെയ്യണം, നീയത്താദ്യമിൽ ചെയ്യണം, സുന്നത്തങ്ങനെ വീട്ടേണം. ഉളൂഹിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നപ്പോൾ കരുതണ്ടേ, അതാ പറഞ്ഞു. നീ അഊദു ബിസ്മി തുടങ്ങിക്കൊണ്ട്, അഊദു ബിസ്മി തുടങ്ങിക്കൊണ്ട്, മുൻകൈ രണ്ടും കഴുകേണം. പാടുന്നില്ലേ? ഉഷാറായിട്ട് പാടിക്കോ. മുൻകൈ രണ്ടും കഴുകേണം, ബ്രഷും ചെയ്ത് വായിലും മൂക്കിലും, ബ്രഷും ചെയ്ത് വായിലും മൂക്കിലും വെള്ളം കേറ്റി ചീറ്റേണം. ഇനിയോ മുഖവും കഴുകേണം, ഇനിയോ മുഖവും കഴുകേണം, ഫർലായി നീയത്തും വേണം, ഫർലായി നീയത്തും വേണം. ശേഷം വലതും ഇടതും കൈകൾ, ശേഷം വലതും ഇടതും കൈകൾ മുമ്മൂന്നായി കഴുകേണം, മുമ്മൂന്നായി കഴുകേണം. ഇനിയും ഉണ്ട് പറഞ്ഞിടാൻ, ഇനിയും ഉണ്ട് പറഞ്ഞിടാൻ, തലയും ചെവിയും തടവേണം, തലയും ചെവിയും തടവേണം. പിന്നെ വലതും ഇടതും കാലുകൾ മുമ്മൂന്നായി കഴുകേണം. എല്ലാം നന്നായി ചെയ്തിടാം, റബ്ബിൻ സ്നേഹം നേടിയിടാം. ഉഷാറായില്ലേ? ഉസ്താദ് ഒന്ന് പാടാം. അപ്പം നമുക്ക് ആംഗ്യം കാണിച്ചിട്ട് ഞാൻ അങ്ങനെ പാടും, നിങ്ങളതുപോലെ പാടണം. റെഡി? ഇൻഷാ അല്ലാഹ്. അറിയണം കുഞ്ഞു കിടാങ്ങളെ നാം, എങ്ങനെ ചെയ്യുമുതോവെന്ന്. നീയത്താദ്യമിൽ ചെയ്യണം, സുന്നത്തങ്ങനെ വീട്ടേണം. അഊദു ബിസ്മി തുടങ്ങിക്കൊണ്ട് മുൻകൈ രണ്ടും കഴുകേണം. ബ്രഷും ചെയ്ത് വായിലും മൂക്കിലും വെള്ളം കേറ്റി ചീറ്റേണം. ഇനിയോ മുഖവും കഴുകേണം, ഫർലായി നീയത്തും വേണം. ശേഷം വലതും ഇടതും കൈകൾ മുമ്മൂന്നായി കഴുകേണം. ഇനിയും ഉണ്ട് പറഞ്ഞിടാൻ, തലയും ചെവിയും തടവേണം. ഇനിയും ഉണ്ട് പറഞ്ഞിടാൻ, തലയും ചെവിയും തടവേണം. പിന്നെ വലതും ഇടതും കാലുകൾ മുമ്മൂന്നായി കഴുകേണം. എല്ലാം നന്നായി ചെയ്തിടാം, റബ്ബിൻ സ്നേഹം നേടിയിടാം. ഇൻഷാ അല്ലാഹ് എൻ്റെ പൊന്നുമക്കൾ പറഞ്ഞ പോലെ പാടണം. പുസ്തകം തുറക്ക്,
വേഗം തുറക്ക്. തുറന്നോ? ലാസ്റ്റ് 2 വരി നമ്മളിന്ന് എടുത്തിട്ടുള്ളൂ, അതൊന്ന് വായിക്കാം. പിന്നീട് ആദ്യം വലതുകാലും തുടർന്നു ഇടതുകാലും ഞെരിയാണികൾ ഉൾപ്പെടെ 3 തവണ കഴുകണം. എന്താ പറഞ്ഞേ? പിന്നീട്, വിരൽ വെച്ചേ, പിന്നീട് ആദ്യം വലതുകാലും തുടർന്നു ഇടതുകാലും ഞെരിയാണികൾ ഉൾപ്പെടെ 3 തവണ കഴുകണം. ഞെരിയാണി കണ്ടിട്ടില്ലേ? ഇതാ കാണുന്നുണ്ടോ? റൗണ്ട് ചെയ്തത് ഇതാ ഞെരിയാണി. അപ്പോൾ കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഞാൻ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളൊന്ന് വായിക്കണേ. പിന്നീട് ആദ്യം, വിരൽ വെച്ചോ ഉറക്കനെ വായിച്ചോ, ആദ്യം വലതുകാലും തുടർന്നു ഇടതുകാലും ഞെരിയാണികൾ ഉൾപ്പെടെ 3 തവണ കഴുകണം. യെസ്, ഈ പാഠം ശരിക്കും വായിക്കണേ. പരീക്ഷയിൽ നല്ല മാർക്കും വാങ്ങണ്ടേ ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ഇപ്പുറത്തെ പേജ് ഒന്ന് എടുത്തേ, വേഗം എടുത്തോ. നിങ്ങളുടെ ഉമ്മാൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. ചെയ്യൂലേ? ഫസ്റ്റ് എന്താ പറയുന്ന അറിയാം? എഴുതാം എന്നാണ്. നേരത്തെ ചോദിച്ചു, ഫസ്റ്റ് ചോദിച്ചില്ലേ? വുളൂഇൻ്റെ 2 നിയ്യത്തുകൾ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. നോക്കാണ്ട് എഴുതിയ നല്ല കുട്ടികളാണ്. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നും വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നും രണ്ടും നമ്മൾ എഴുതണം. ഇനി അതിൻ്റെ താഴെ വായിക്കാം. എന്താ അവിടെ എഴുതിയിട്ടുള്ളത്? നിങ്ങൾ വായിച്ചു നോക്കണം. ഉമ്മാക്ക് വായിച്ചു കൊടുക്കണം കേട്ടോ. പറ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ നേരത്തെ ഒരുപാട് കാര്യം ചെയ്തു. മുഖം കഴുകുന്ന രൂപം നമ്മളെങ്ങനെയാ കാണിച്ചേ? മുഖം കഴുകുന്ന രൂപം വെള്ളം എടുത്തിട്ട് ദാ ഇവിടെ നിന്ന് തുടങ്ങാം. ഒന്ന് കാണിച്ചേ, വെള്ളം എടുത്തോ. മേലെ ഇവിടെ നിന്ന് ഒഴിക്കണം. തല തടവുന്ന രീതി ഒന്ന് കാണിച്ചേ. വെള്ളം എടുത്തു, കാണിച്ചോ? യെസ്. ചെവി തടവുന്ന രീതിയോ? വെള്ളം എടുത്തു, യെസ്. നല്ല കുട്ടികളില്ലേ? ഇൻഷാ അല്ലാഹ് നന്നായി പഠിക്കണം, വർക്കുകളൊക്കെ ചെയ്യണം. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണം. വാങ്ങൂലേ? കൂടെ ഈ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു എല്ലാ പരീക്ഷകളിലും നമുക്ക് നല്ല വിജയം തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഉപകരിക്കുന്ന നല്ല മക്കളായി നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യൂലേ ഉസ്താദിന്? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.